റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് അല്ല, വൈദ്യുതി നിയന്ത്രണം മാത്രമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി റിപ്പോർട്ടറിനോട്. അപ്രതീക്ഷിത പ്രതിസന്ധിയാണ് ഉണ്ടായത്. ഓവർലോഡ് നിയന്ത്രിക്കുക മാത്രമാണ് ചെയ്തത്. പശ്ചിമേഷ്യയിലെ യുദ്ധവും വൈദ്യുതി ഉപഭോഗം കൂട്ടി. ലോഡ് കൂടുതലുള്ള ഇടങ്ങളിൽ മാത്രമായിരിക്കും നിയന്ത്രണമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട്. കൺട്രോളേ ഉള്ളൂ, നിയന്ത്രണമേ ഉള്ളൂ, ലോഡ് ഷെഡിംഗ് അല്ല. ഓവർലോഡ് വരുമ്പോൾ അത് നിയന്ത്രിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് ലോഡ് ഷെഡിംഗ് ഇല്ല. ലോഡ് കൂടുതലുള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവിടെയും കേരളം മുഴുവനുമല്ല. പ്രതിഷേധം പ്രകൃതിയോടല്ലേ ചെയ്യേണ്ടത്? പ്രകൃതി ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇന്ത്യ മുഴുവൻ ക്രൈസിസിലേക്കാണ്, അല്ലാണ്ട് കേരളം മുഴുവനല്ല. ഇന്ത്യ മുഴുവൻ ക്രൈസിസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കത് മാറി വെക്കാൻ പറ്റുമോ? ചിലപ്പോൾ നിയന്ത്രണം ഇന്നത്തോടുകൂടി ചിലപ്പോൾ അവസാനിക്കും. ഇന്ന് മഴ പെയ്തപ്പോൾ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ നിയന്ത്രണം ഉണ്ടാവും. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷാബാസ്, പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം എന്നുള്ള തീരുമാനം KSEB എടുത്തിരിക്കുന്നു. മന്ത്രി പറയുന്നത് ഇപ്പോഴും കഴിഞ്ഞ ദിവസത്തിന് സമാനമായി പീക്ക് ലോഡ് മാനേജ്മെന്റ് തന്നെയാണ് എന്നതുമാണ്. തീർച്ചയായും അത് അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഒരു പ്രഖ്യാപിത നിയന്ത്രണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴും മന്ത്രി മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇതൊരു ലോഡ് ഷെഡിംഗ് അല്ല, പീക്ക് ലോഡ് മാനേജ്മെന്റ് മാത്രമാണ്. അതായത് വൈദ്യുതി ഉപഭോഗം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമറും മറ്റും കത്തിപ്പോകാതിരിക്കാൻ ചെയ്യുന്ന വൈദ്യുതി മാനേജ്മെന്റ്, അതായത് പീക്ക് ലോഡ് മാനേജ്മെന്റ് മാത്രമാണ് എന്ന കാര്യം തന്നെയാണ് മന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കടന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വൈദ്യുതി നിയന്ത്രണം വേണ്ടി വരുന്നത്. ഇന്ത്യയിലാകെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലും വൈദ്യുതി പ്രതിസന്ധി ഉണ്ട്. വൈദ്യുതി ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നതിലും വലിയ പ്രതിസന്ധി നിലവിൽ സംസ്ഥാനം അനുഭവിക്കുന്നുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പലയിടത്തും ഗ്യാസ് കിട്ടാനില്ലാതായതോടെ പാചകവും മറ്റും കരണ്ട് അടുപ്പിലേക്ക് മാറ്റി, വൈദ്യുത അടുപ്പുകളിലേക്ക് മാറ്റി. അത് വൈദ്യുത ഉപഭോഗം വല്ലാതെ കൂട്ടിയിട്ട്, അതുമാത്രമല്ല ഈ ചൂട് സമയത്ത് രാത്രി സമയങ്ങളിൽ വല്ലാത്ത വൈദ്യുതി ഉപഭോഗം കൂടുതലായി വരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രിക്കാതെ മറ്റ് വഴികളില്ല എന്ന സാഹചര്യത്തിലേക്കാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പീക്ക് ലോഡ് മാനേജ്മെന്റിലേക്ക് സംസ്ഥാനം നിലവിൽ കടക്കേണ്ടി വരുന്നത്. നേരത്തെ ഈ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്ന സമയത്തും ഉയർന്ന പ്രതിഷേധങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ പ്രതിഷേധിക്കേണ്ടത് പ്രകൃതിയോടാണ് എന്നാണ് മന്ത്രി പറയുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യം, മഴ കുറവുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കേണ്ടത് പ്രകൃതിയോടാണ്. അതുമാത്രമല്ല, മഴ കൃത്യമായി പെയ്താൽ, മഴ കാര്യമായി തന്നെ പെയ്തു കഴിഞ്ഞാൽ ഈ വൈദ്യുതി നിയന്ത്രണം അപ്പോൾ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇന്ന് തന്നെ പലയിടത്തും മഴ പെയ്തതായുള്ള വാർത്തകൾ വന്നിരുന്നു. അത്തരത്തിൽ മഴ കാര്യമായി തന്നെ പെയ്യുകയാണെങ്കിൽ വൈദ്യുതി നിയന്ത്രണം അവസാനിപ്പിക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് കൂടി കടക്കും എന്ന കാര്യം കൂടിയാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം, അത്തരത്തിൽ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം എത്തിയത് മൂലമാണ് ഒരു വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവന്നത് എന്നാണ് മന്ത്രി നിലവിൽ വ്യക്തമാക്കുന്നത്. മാധു, ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും പീക്ക് ലോഡ് മാനേജ്മെന്റ് തന്നെയാണ് നടക്കുന്നത്. ലോഡ് ഷെഡിംഗ് ഇല്ല എന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്.